അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കുന്നത്തൂർപ്പാടിക്ക് വന്നേക്കോട്ടോ. അവിടെ മുത്തപ്പൻ വർഷത്തിലൊരിക്കൽ വരാറുള്ളൂ. ഒരു മാസം മാത്രമേ മുത്തപ്പൻ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം മുത്തപ്പൻ്റെ വെള്ളാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, മുത്തപ്പൻ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രയോ പേര് ദൂരെ നിന്ന് വന്നവരുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്തിരുന്ന ഒരു അമ്മ വരെ ഉച്ചയ്ക്ക് എത്തിയതാട്ടോ. അവരൊക്കെ രാത്രി വേഗം പോയി തിരിച്ച് കുറേ ദൂരം പോകുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും ജനങ്ങളായിരുന്നു കേട്ടോ മുത്തപ്പനെ കാണാൻ വേണ്ടി. നമുക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അവസാനം നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്ഥലം കിട്ടി ഇല്ലേ. അങ്ങനെ മുത്തപ്പൻ ഇതാ മുടിയെല്ലാം കെട്ടിയിട്ട് വെള്ളാട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുത്തപ്പൻ്റെ അമ്മ പാടിക്കുറ്റിയമ്മയുടെ മുടി അവിടെ ഒരു വാഴയിലൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചൊക്കെ നമുക്ക് കാണാം. അത് എന്തിനാന്ന് വെച്ചാൽ മുത്തപ്പൻ എപ്പോഴും അമ്മേനെ കാണണം എന്നുള്ള ആഗ്രഹം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മുത്തപ്പ അങ്ങനെ ആഗ്രഹം പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ അമ്മേൻ്റെ തെയ്യം കെട്ടിയിട്ട് ആടുന്നവരുണ്ട് കേട്ടോ. അവിടെ തന്നെ എന്നും ആൾക്കാരുണ്ടാവും. അങ്ങനെ അവിടെ പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. മുത്തപ്പന് നായാട്ടിന് പോകാനുള്ള സമയത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യിപ്പിച്ചിട്ടോ. ഇത് ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ മുത്തപ്പൻ നായാട്ടിന് പോകുന്നവരിത് അവിടെ കാണിക്കുന്നത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും കൂക്കി വിളിക്കുകയും കാര്യങ്ങൾ എന്തൊക്കെയോ അടുത്ത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന്. ഇത് പിന്നെ നായൻ്റെ വിഗ്രഹം നമുക്ക് കൊടുക്കട്ടോ നേർച്ചയായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മുത്തപ്പനെ കണ്ടിട്ട്? ശരി, പടം കാണാനാണ് വന്നേ. അടിപൊളിയായിരുന്നു, അനുഗ്രഹം കിട്ടി. അങ്ങനെ നമ്മൾ മുത്തപ്പനെയൊക്കെ കണ്ട് എല്ലാം തൊഴുതിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല മുത്തപ്പനെ കാണാൻ പറ്റുമെന്നോ അത് സംസാരിക്കാൻ പറ്റുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചല്ല. അപ്പോഴും അവിടെ ക്യൂ ആയിരുന്നു കേട്ടോ, കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളും കണ്ടിട്ട് വേഗം ഇറങ്ങി വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് നമ്മളും വേഗം ഇറങ്ങി. പിന്നെ ഇതൊരു കുന്നാട്ടോ, ഒരു കുന്നുമിക്ക് നമ്മൾ നടന്ന് കയറുക വേണ്ടത്. പണ്ടൊക്കെ പിന്നെയും കഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴൊക്കെ പിന്നെ അവർ സ്റ്റെപ്പും കാര്യങ്ങളും CCTVയും ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി വരുമ്പോഴൊക്കെ കാണാം നമുക്ക് ഈ കടകളും കാര്യങ്ങളൊക്കെ കാണാം. അതായത് 10 രൂപ 20 രൂപ കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ നല്ല ചൂട് ഐസ്ക്രീം കഴിച്ച് ചാടി പോകുന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കട കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഇതൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ആവശ്യമുള്ള കടയൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതിൻ്റെ മാമനും അവരുടെ 2 മക്കളാട്ടോ. ഇത് മാമൻ്റെ ഭാര്യയാണ്. ഇവർ എൻ്റെ മാമനും അമ്മയാണ്. പക്ഷെ ഞാൻ അച്ഛൻ അമ്മ എന്ന് തന്നെ ഇവർ 2 പേരെയും വിളിക്കുന്നത്. അങ്ങനെ നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അമ്മമാരവിടെ ബിസിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നിട്ടോ. പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ ഒരു കടയിൽ കയറി. പിന്നെ അവിടെ നമ്മുടെ അവിടുത്തെ ബാംഗ്ലൂരത്തെ പോലെ ഇവിടെ പൈപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓൾമോസ്റ്റ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവരും കൈയൊക്കെ കഴുകി ഇറങ്ങി നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുക കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കപ്പയും ചിക്കൻ കറിയായിരുന്നു. പക്ഷേ പന്നിയാണ് വന്നത്. അമ്മ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു പ്ലേറ്റിന് ഇത്ര പരമുള്ള ക്വാണ്ടിറ്റിക്ക് അവർ ചാർജ് ചെയ്യുന്ന 100 രൂപ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിനെന്ത് ഇത്ര പൈസ എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചില്ല അത് പന്നിയാന്ന്. പിന്നെ ഞാൻ അറിയുമ്പോൾ എൻ്റെ മുഖം പറഞ്ഞു ഇതിൽ നല്ല രീതിക്ക് കാണാം. ഞാൻ കഴിക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഞാൻ ഓർഡർ ചെയ്ത കറി മാത്രം വരാൻ കുറച്ച് വൈകി. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് അവർ കറി കൊണ്ട് തന്നത്. അങ്ങനെ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവസാനം ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അതും ഞാൻ സംശയത്തോടെ തന്നെ നോക്കിയത്. ഇനി ഞാൻ പറഞ്ഞ കറി തന്നെയാണോ ചിക്കൻ തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ട് അത് തന്നെ കഴിക്കുന്നത്. അമ്മയൊക്കെ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുക. അമ്മേൻ്റെയൊക്കെ ഫേവററ്റ് ഫുഡാട്ടോ ഇതൊക്കെ. നമുക്ക് ഇതൊക്കെ ഞാനൊക്കെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഇവിടുത്തെ കഴിക്കാറുള്ളൂ. അങ്ങനെ അത് എത്ര പേർക്കുണ്ട് ഇങ്ങനത്തെ സ്വഭാവം. അമ്മയാണ് എപ്പോഴും എനിക്ക് കൈ കഴുകി തരലും കൈ ഉടച്ച് തരലൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോട്ടെ. ഇവിടെ നമുക്ക് കാണാൻ കുറേ ടെമ്പോ ട്രാവലേഴ്സും ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും നടന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ ഇതാട്ടോ അമ്പലം. നമ്മൾ പോയ സ്ഥലത്ത് അത് മുത്തപ്പൻ്റെ അമ്പ് ചെയ്ത സാധനമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിത് ഓട്ടോയിലൊക്കെ കയറി നമ്മളും തിരിച്ചു പോട്ടോ. പോകുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്. അപ്പം എല്ലാവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലോട്ട് കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ ചിമ്മനിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നുമൊക്കെ ഉറക്കം തൂങ്ങിയിട്ട് ഒരു വഴിക്കായി തൂങ്ങിയായിരുന്നത്. പിന്നെ അതിനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് നമ്മൾ വീടെത്തി കേട്ടോ. നമ്മൾ വീട് കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ
ചിമ്പൂട്ടിന് മറ്റേ തുടൽ പൊട്ടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടത് ഓടി വന്നവൻ. മൊത്തം ഇരുട്ടത്തായിരുന്നു അവൻ അത്രയും നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ തുടൽ എങ്ങനെയാണ് പൊട്ടിയിട്ട് ഓടിയെന്നൊന്നും നമുക്കറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവൻ ഫുള്ള് ഓടി കളിക്കുമായിരുന്നു കേട്ടോ. രാത്രിയും കൂടി ആയിരുന്നു. പിന്നെ അച്ചാച്ചനും അമ്മമ്മ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവർ ശല്യപ്പെടുത്താതെ മെല്ലെ വീട്ടിലേക്ക് കയറിപ്പോയിട്ടോ. അവനോട് കൂട്ടി കയറാൻ പറഞ്ഞിട്ട് അവൻ കയറിയില്ല. അവസാനം അവൻ കയറി.